വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഇപ്പോൾ ഈ ദിവസങ്ങളായി തുടർന്നു വരുന്ന ഈ ഒരു സംഘർഷത്തിനാണ് താൽക്കാലിക ആശ്വാസമായിരിക്കുന്നത്. അതായത് 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ലെന്നാണ് അമേരിക്ക ഇപ്പോൾ നിലവിലൊരു പ്രസ്താവന ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കത്തില്ല എന്നല്ല, ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ നമുക്ക് ഈ ട്രംപ് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒന്നെന്ന് പറയുന്നത് ഈ പ്രഖ്യാപനം തന്നെ ട്രംപിന്റെ പരാജയമാണ് സമ്മതിക്കുന്നത്. കാരണം ട്രംപ് ഇറങ്ങിത്തിരിച്ച ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിയാതെ എങ്ങനെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. 2, അദ്ദേഹം നമുക്കറിയാം 2025 ജൂൺ മാസത്തിൽ ഇറാനെതിരെ ആക്രമിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 2 ആഴ്ച തരികയാണ്, അതിനുള്ളിൽ ചർച്ചകൾ നടത്തി പരിഹരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് ആ 2 ആഴ്ച തീരുന്നതിന് ഒരൊറ്റ ആഴ്ച കഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം അന്ന് ഇറാനെ ആക്രമിച്ചത്. ഇപ്പോ ഈ ഫെബ്രുവരി മാസം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 10 ദിവസം തരുന്നു യുദ്ധം അവസാനിപ്പിച്ചോളണം എന്ന് പറഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇറാനെതിരെ ആക്രമണം നടത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഭരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പ്രഖ്യാപനമാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അമേരിക്ക പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങൾക്ക് ആക്രമിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അതായത് നിങ്ങള് പിന്നെ ആക്രമണം നിർത്തിക്കൊള്ളണം, ആക്രമണം നിർത്തിയില്ലെങ്കിൽ 48 മണിക്കൂർ, അല്ലെ നിങ്ങൾ ഹോർമസ് കടലെടുത്ത് തുറന്നില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങളെ, ഹാർഡ് ഐലൻഡ് ഉൾപ്പെടെയുള്ള എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നവർ. അപ്പൊ ഇറാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കുന്നവർ. അത് സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യ മുഴുവൻ കഴിയില്ല. അപ്പൊ നമുക്കെല്ലാം പറയാം, ഗ്യാസ് കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, എയർപോർട്ടുകൾ ആക്രമിക്കുന്നു, ഹാർബറുകൾ ആക്രമിക്കുന്നു, പിന്നെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അതിനെ ഒന്നും തടയാനായിട്ട്, ഫലപ്രദമായി തടയാനായിട്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. അമേരിക്ക അതിന് തയ്യാറാവുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം വളരെയധികം സമ്മർദ്ദം അമേരിക്ക മുകളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ 14 മണിക്കൂറേ ഉള്ള ഈ 48 മണിക്കൂറിന്റെ സമയം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ പശ്ചിമേഷ്യ മുഴുവൻ കത്തിലേക്ക് വരും. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്കാണ് അപകടം. അമേരിക്കക്കാരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ലോകത്തെ മുഴുവൻ ജനങ്ങളും അതിന്റെ പ്രയത്നത്തിൽ വയ്ക്കും. അപ്പോ സ്വാഭാവികമായിട്ടും കുറച്ച്, അത് നമ്മൾ പറയും, അമേരിക്കയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മിലിറ്ററി ഇന്റലിജൻസ് ഉണ്ട്. അതായത് സൈനികമായ കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്താനും പിടിക്കാനും കഴിയും. പക്ഷെ സ്ട്രാറ്റജിക് ഇന്റലിജൻസ് ഇല്ലാന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യുദ്ധത്തിന് ചാടി വീഴുക, എങ്ങനെ യുദ്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാമെന്നുള്ളത് സംബന്ധിച്ച് യാതൊരു ധാരണയും ഒരു കാലത്തും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ വിയറ്റ്നാമിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം നമ്മൾ കണ്ടതാണ്. അവസാനം എങ്ങനെങ്കിലും തടി കൂടിക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ചകൾ ഗൗരവമായ ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അടുത്ത 5 ദിവസത്തേക്ക് ഇറാന്റെ ഈ ഓയിൽ കേന്ദ്രങ്ങളെ, ഈ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഈ പിന്നെ ഉപാധി വെച്ചിട്ടാണ് ഇതിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആക്രമിക്കില്ലെന്ന് നമുക്ക് അറിയത്തില്ല, ഇസ്രായേൽ ആക്രമണം നിർത്തുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ആഘോഷിക്കാനായിട്ട് ഇതിനകത്തില്ല. ഇത് ട്രംപിന്റെ ഒരു അർത്ഥമായിട്ട് കാണുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇറാൻ എങ്ങനെ കാണും, നമ്മൾ കാണുന്ന എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ഇറാൻ തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ടിരിക്കും. ഇസ്രായേൽ ആക്രമണം നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവര് മറ്റുള്ള സ്ഥലങ്ങൾക്കെതിരെ ആക്രമണം നടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇറാന്റെ ഈ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, എണ്ണയുടെ ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ വാസ്തവത്തിൽ അമേരിക്കയുടെ പരാജയപ്പെടുന്നതിന്റെ ലക്ഷണമാണ്. അതെ, ശ്രീ ജോസഫ് ആന്റണി സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ പരാജയമായിട്ട് തന്നെ ഇതിനെ കാണണം. അതായത് നമ്മൾ ഈ യുദ്ധം അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ, തുടക്കം നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നു, അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയെ വധിക്കുന്നു. അപ്പോഴൊക്കെ ഇവർക്കൊരു ധാരണയുണ്ടായിരുന്നു, ഈ പരമോന്നത നേതാവിനെ വധിച്ചു കഴിഞ്ഞാൽ ഒരു നേതാവില്ലാതെ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ അവർ മുട്ടുമടക്കുമെന്നൊരു ധാരണ ഈ ട്രംപിനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് വലിയൊരു തിരിച്ചടിയാണ് ഇറാൻ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ നടത്തിയത്. അത് തന്നെ ഒരു അതിൽ തന്നെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ട്രംപിന്റെ ഒരു ന്യായവും നടക്കുന്നില്ല എന്ന് കണ്ടിട്ടായിരിക്കുമോ ഈ 5 ദിവസത്തേക്ക് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്? അതെ, പിന്നെ ഈ നമ്മുടെ ഈ യുദ്ധത്തെ പിന്നെ വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയും.
ട്രംപും ഇസ്രായേലും കൂടി ആരംഭിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഒരു ഉന്മൂലന യുദ്ധം. അതായത് പിന്നെ എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നെ ഓബ്ലിറ്ററേറ്റ് ചെയ്യാൻ പറഞ്ഞു, ഒരു അനിഹിലേഷൻ, വാർ ഓഫ് അനിഹിലേഷൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള യുദ്ധം രണ്ട് തരത്തിലുള്ള അനിഹിലേഷനാണ് ഈ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ രാഷ്ട്രീയ ഭൂപടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം അവരുടെ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവർ അതിലെ പ്രധാന നിലയ്ക്ക് അത് വിധിച്ചു. പക്ഷെ അതുകൊണ്ട് ഭരണകൂടം ഇല്ലാതായില്ല എന്ന് മാത്രമല്ല, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു: ഈ ആക്രമണം നടത്തി നേതാക്കന്മാരെ എല്ലാം കൊന്നുകഴിഞ്ഞാൽ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിമത വിഭാഗങ്ങൾ വളരെ ശക്തമായി രംഗത്ത് വരും. അങ്ങനെ ശക്തമായി രംഗത്ത് വരുമ്പോൾ അവർക്ക് ആയുധം നൽകിക്കൊണ്ട് ഈ പറഞ്ഞ തരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാനിൽ ഷിയ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലത്ത് സുന്നികളുണ്ട്, കുർദുകളുണ്ട്, ബലൂച്ചുകളുണ്ട്, അങ്ങനെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആ ഗോത്ര വിഭാഗങ്ങളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ആഭ്യന്തര കലം സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ 4 or 5 കഷണങ്ങളാക്കി ഇല്ലാതാക്കിക്കൊണ്ട് രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അടയാളപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ ആക്കി തീർക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ ഇറങ്ങിയത്. അതോടൊപ്പം ഇറാനും ഇറങ്ങിയത്. രണ്ടാമത്തെ ഉന്മൂലനം എന്ന് പറയുന്നത് ആദ്യം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് ആഗോള ലോകക്രമത്തെ, അതായത് റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്ന ആ സമ്പ്രദായത്തെ ഇല്ലാതാക്കുക, എന്നേക്കുമായി ഇല്ലാതാക്കുക. എന്നിട്ട് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രസ്ഥാനം കൊണ്ട് ലോക രാഷ്ട്രീയത്തെ മുഴുക്കെ അതായത് ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജനുവരി മാസം അവർ വെനസ്വേലയിൽ ആക്രമിച്ച് വെനസ്വേലയുടെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവന്നു. ഫെബ്രുവരി മാസം അവർ ഇറാനെ ആക്രമിച്ചു. അവർ ആ ഇറാനെ ആക്രമണം നടന്നിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഉടനെ ക്യൂബ ഏറ്റെടുക്കാൻ പോകണം. മനസ്സിലല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായി ഏത് രാജ്യത്തും, അതായത് ഒരു രാജ്യത്തിന്റെ പരമാധികാരമോ ആ രാജ്യത്തിന്റെ ആഭ്യന്തര പരമാധികാരവും അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയവും പരിഗണിക്കാതെ ആ രാജ്യങ്ങളിലെല്ലാം ഇടപെടുന്ന തരത്തിൽ ഈ ലോകക്രമത്തെ ഇല്ലാതാക്കുക. അതായത് നിയമപ്രകാരം ഒരു രാജ്യത്ത് ഇടപെടാൻ പാടില്ല, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കൂടി ആ രണ്ട് രംഗത്തും ശരിക്കും പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോ ഈ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ശ്രീ ജോസഫ് ആന്റണി.